തൃശൂരിലേക്ക് വന്നാൽ തൃശൂർ നഗരത്തിൽ DIG ഓഫീസിന് തൊട്ടടുത്തുള്ള 2 ക്ഷേത്രങ്ങളിൽ കവർച്ച. ഇരട്ടച്ചിറ ശിവക്ഷേത്രത്തിലും തൊട്ടടുത്തുള്ള മാരിയമ്മൻ ക്ഷേത്രത്തിലുമാണ് മോഷണം നടന്നത്. ക്ഷേത്രങ്ങളിലെ ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന നിലയിലാണ് കണ്ടെത്തിയത്. 2 ക്ഷേത്രത്തിലും ഒരേയാൾ മോഷണം നടത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. തൃശൂരിൽ DIG ഓഫീസിന്റെ മൂക്കിൻ തുമ്പത്താണ് 2 ക്ഷേത്രങ്ങളിൽ മോഷണം നടന്നിട്ടുള്ളത്. ഇന്നലെ രാത്രിയാണ് തൃശൂർ ഇരട്ടച്ചിറ ശിവക്ഷേത്രത്തിലും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള മാരിയമ്മൻ ക്ഷേത്രത്തിലും ഭണ്ഡാരം പൊളിച്ച് മോഷണം നടന്നിട്ടുള്ളത്. ദൃശ്യങ്ങളിൽ കാണാം. കോർപ്പറേഷന് സമീപമുള്ള മെയിൻ റോഡിന് സമീപമുള്ള തന്ത്രപ്രധാന മേഖലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ ഭണ്ഡാരമാണ് പൊളിച്ച നിലയിൽ കാണുന്നത്. നാണയത്തുട്ടുകളൊന്നും തന്നെ എടുക്കാതെ ഉപേക്ഷിച്ചു പോയിട്ടുണ്ട്. അവിടെ ഒരു ഐഡൻറ്റിറ്റി കാർഡുകളും വോട്ടർ ID ഒക്കെ തന്നെ കാണുന്നുണ്ട്. ഇതാരെങ്കിലും ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചതാണോ അതോ മോഷ്ടാവ് മോഷ്ടിക്കുന്നതിനിടയിൽ പോക്കറ്റിൽ നിന്നോ മറ്റോ വീണു പോയതാണോ എന്ന കാര്യം വ്യക്തമല്ല. അത് പോലീസ് പരിശോധിക്കുകയാണ്. എന്നോടൊപ്പം ക്ഷേത്രത്തിലെ പൂജാരിയുണ്ട്, ശ്രീ കൃഷ്ണൻ. എത്ര രൂപ എന്താ സംഭവിച്ചത്? സാധാരണ പുലർച്ചെ 5 മണിക്ക് വന്ന് നട തുറക്കാറുണ്ട്. രാത്രി 7:30 അടച്ചു പോകും. ഇന്നലെയൊക്കെ ബന്ധമായിട്ട് അടച്ചു പോയിട്ടുള്ളതാണ്. ഇത് രാവിലെ ബന്ധമായിട്ട് 5 മണിക്ക് വന്ന് തുറന്നു പോകണം ഈ അംഗം കണ്ട ഉടനെ തന്നെ കൺട്രോൾ റൂമിൽ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. കമ്പനി സെക്രട്ടറിക്കും പ്രസിഡന്റും വിവരം അറിയിച്ചു. എത്ര രൂപ നഷ്ടപ്പെട്ടുണ്ടാവും? ഏകദേശം ഒരു 12-15 രൂപയ്ക്ക് ഇടയ്ക്ക്. ഒരു ഭണ്ഡാരം അകത്ത് സൂക്ഷിച്ചിരുന്നതും പൊളിച്ചിട്ടുണ്ട് അല്ലേ? അതെല്ലാം പൊളിച്ചിട്ട് ഒരു ബസ്സിന്റെ ഭണ്ഡാരവും പിന്നെ പുറത്ത് വെച്ചിട്ട് ഭണ്ഡാരം സ്റ്റോർ റൂമിൽ വെച്ചിരിക്കുകയായിരുന്നു. അത് ജനൽ കൂടെ കള്ളം ചാടി കയറി അതും പൊളിച്ച് അതിന്റെ പൈസ എടുത്തിട്ടുണ്ട്. മുമ്പ് എപ്പോഴെങ്കിലും ഇവിടെ മോഷണ ശ്രമം ഉണ്ട്? അത് കുറച്ച് മുമ്പാടായിട്ടുണ്ട്. അപ്പം ഈ സ്റ്റോർ റൂമിൽ വയ്ക്കുന്ന ഭണ്ഡാരം അറിവുള്ള ആരോ ചെയ്തിട്ടുള്ളതാണ്. അല്ലാണ്ട് അതിനുള്ളിൽ ഭണ്ഡാരം വയ്ക്കുന്നത് പുറമെ കള്ളന്മാർക്ക് അറിയില്ലല്ലോ. ശരിയാണ്. അത് എനിക്ക് സംശയം വരണ്ട. പരിചയമുള്ള ആരെങ്കിലും തന്നെ ആയിരിക്കുന്നു. അതാരാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഷോറൂം ഭണ്ഡാരുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ആ ജനകമ്പി പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ചാടിയിട്ട്, അതായത് വാതിൽ പൂട്ടൊന്നും വിളിച്ചിട്ടില്ലേ, ഷോറൂമിൻ്റെ വാതിലെ പൂട്ടുകളൊന്നും വിളിച്ചിട്ടില്ല. ഈ ജനലിൽ കൂടെ ചാടി കയറി ചെയ്തിരിക്കില്ല. ഇതാണ് ദൃശ്യങ്ങളിൽ കാണാം. ഈ ജനൽ പൊളിച്ച് ജനലിലൂടെ ചാടി അകത്തേക്ക് കയറിയിരിക്കുകയാണ്. അകത്ത് ഭണ്ഡാരം സൂക്ഷിച്ചിട്ടുണ്ട്. ഇതാണ് ആ ഭണ്ഡാരം. ഇത് സാധാരണ പുറത്ത് വെക്കുകയാണ് പതിവ്. എന്നിട്ട് രാത്രി ക്ഷേത്രം അടയ്ക്കുമ്പോൾ അകത്ത് കൊണ്ടുവന്ന് വയ്ക്കും. ആ ഭണ്ഡാരവും പൊളിച്ച് ഇവിടെ നിന്നും പൈസ കവർന്നിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ മാത്രം ഒരു 12,000 രൂപയെങ്കിലും കൊണ്ടുപോയി കാണുമെന്ന് പറയും. തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിലും ഇത്തരത്തിൽ മോഷണം നടന്നിട്ടുണ്ട്. എന്തായാലും പോലീസ് പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് സൂചന. CCTV ദൃശ്യങ്ങളും മറ്റും പരിശോധിച്ചുകൊണ്ട് പ്രതിയെ ഉടൻ പിടികൂടുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്നും അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം നടരാജ് പരശുറാം, മീഡിയ 1.